വളരെ സ്വാഭാവികമായ ഒരു മരണം എന്ന് ചിത്രീകരിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന സംശയം തോന്നുകയും അതിൻ്റെ പിന്നാലെ കണ്ണിമ ചിമ്മാതെ യാത്ര ചെയ്യുകയും ഒടുവിൽ അതിൻ്റെ സത്യം കണ്ടെത്തുകയും അതിലെ അനീതി പുറത്തു കൊണ്ടുവരികയും ചെയ്ത 3 റിപ്പോർട്ടർമാരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. ടി വി പ്രസാദിനും അതുപോലെ തന്നെ അഷ്കറിനും മുബഷീറിനും എല്ലാ അഭിനന്ദനങ്ങളും. അതിനോടൊപ്പം തന്നെ അഭിനന്ദിക്കേണ്ട ആളുകളെന്ന് ഞാൻ കരുതുന്ന 2 പേര് കൂടിയുണ്ട്. അത് നിശ്ചയമായും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ SHO ആയ കൃഷ്ണലാൽ. ഒരു സംവിധാനത്തിനകത്തു നിന്ന് തന്നെ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച കൃഷ്ണലാലിൻ്റെ അഭിമുഖമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നക്സൽ വർഗീസിനെ കൊന്നതിന് ശേഷം എത്രയോ കാലത്തിന് ശേഷമാണ് രാമേന്ദ്രൻ നായർ ആ വെളിപ്പെടുത്തൽ നടത്തുന്നത്. വർഗീസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു, ആ വെടിവെച്ചത് ഞാനാണ് എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ആ നടന്ന വലിയൊരു അനീതി പുറത്തേക്ക് വരുന്നത്. അതൊരു സംവിധാനത്തിനകത്ത് നിന്നുണ്ടായ വെളിപ്പെടുത്തലാണ്, സമാനമായൊരു വെളിപ്പെടുത്തലാണ്. ഇതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിൽ കൂടിയും ഒരു കസ്റ്റഡി മരണത്തിൽ ആ രാത്രിയിൽ സംഭവിച്ച കാര്യം ഈ ലോകത്തോട് പറയണം എന്നൊരാൾക്ക് തോന്നിയതുകൊണ്ട് ആ വെളിപ്പെടുത്തലുകൾ ഈ സംഭവത്തിൽ നടന്നിട്ടുള്ള എല്ലാ വസ്തുതകളെയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ആൾ ആ പോലീസ് സർജനായിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കറാണ്. ഹിതേഷ് ശങ്കർ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? മർദ്ദനം മൂലമാണ് ഈ മരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പറയുന്ന ലഹരി മരുന്ന് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊരു മരണകാരണമല്ല എന്നും നിശ്ചയമായും കടുത്ത മർദ്ദനത്തിനാണ് താമർ ജിഫ്രി വിധേയനായതും അതുകൊണ്ട് മർദ്ദനം മൂലമാണ് ഈ മരണം നടന്നിരിക്കുന്നതും ഒരു സർജൻ റിപ്പോർട്ട് ചെയ്യാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്, വലിയൊരു വഴിത്തിരിവല്ലേ. എന്തൊക്കെ സമ്മർദ്ദമാണ് ഈ ഡോക്ടർ ഹിതേഷ് ശങ്കർ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ 2 പേരെ കൂടെ നമ്മൾ ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇനി നിശ്ചയമായും ഈ പറയുന്ന സ്വാഭാവികമായും ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കാര്യത്തിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ വലിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ, ഈ കസ്റ്റഡി മരണം തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ അത് പോലീസ് ഫോഴ്സ് തന്നെയാണല്ലോ അതിൻ്റെ മുഴുവൻ റിപ്പോർട്ടിങ്ങും നടത്തേണ്ടത്. അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ IPS ലോബിയുടെയൊക്കെ ഭയങ്കര സമ്മർദ്ദങ്ങളുണ്ടാകും. പലപ്പോഴും ഇത്തരം കസ്റ്റഡി മരണങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നതോ ഒക്കെ വളരെ ചെറിയ ഓഫീസർമാരാണ്, താഴെ തട്ടിലുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെടുക. ഭൂരിഭാഗം കേസുകളിൽ ആരും ശിക്ഷിക്കപ്പെടാറില്ല. അതിന് അത്തരം സൗകര്യങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കും പോലീസ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ 4 പേരിൽ ഇത് അവസാനിക്കാതിരിക്കട്ടെ. കാരണം അവരല്ലല്ലോ യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ. ഞാൻ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറച്ച് കാണുകയല്ല, പക്ഷേ ഈ പറയുന്നത് അന്ന് രാമേന്ദ്രൻ നായർ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, എറിഞ്ഞ മാങ്ങയാണോ ആ കൈയാണോ കുറ്റക്കാരെന്ന് ചോദിക്കുന്നത് പോലെ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ 4 പേർ ആ ഇടിമുറിയിൽ മർദ്ദനോപകരണങ്ങളായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരം, അതിനുശേഷം എന്തിനിത് മറച്ചു വെച്ചു, അങ്ങനെ മറച്ചു വെക്കുന്നത് വഴി ഒരു അനീതിക്ക് ചൂട്ടുകൊളുത്തുന്ന പ്രവർത്തനങ്ങളിൽ എന്തിന് ഏർപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ കേസ് ബാക്കി വെക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടി അന്വേഷണം പോവുകയും അതിലെ യഥാർത്ഥ ഈ പറയുന്ന ഗൂഢാലോചനക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിയായ കൺക്ലൂഷനിലേക്ക് കേസ് എത്തുക. ഇതുവരെ നമുക്കത് വളരെ ശക്തമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളവും അഭിമാനിക്കാവുന്ന, ഒരു മാധ്യമം നിലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഈ വാർത്തയുടെ പിന്നാലെ നിൽക്കുകയും യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇതൊരു വിജയത്തിൻ്റെ ദിവസമാണ്, ഒരു അനീതിയെ വെളിച്ചത്ത് കൊണ്ടുവന്ന ദിവസമാണ്, ആ അനീതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ ശിക്ഷിച്ച ദിവസം കൂടിയാണ്. ഇനി ഇതിൻ്റെ ബാക്കി അധ്യായങ്ങളിലേക്ക് കൂടി റിപ്പോർട്ടർ TV സഞ്ചരിക്കും, ഈ റിപ്പോർട്ടർമാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. യഥാർത്ഥ പ്രതികളെ, ഈ ഗൂഢാലോചനക്കാരെ കൂടി വെളിച്ചത്ത് കൊണ്ടുവരുന്നതുവരെ അവിരാമം ഈ അന്വേഷണം തുടരേണ്ടതുണ്ട് എന്നുമാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. Meet the editors.